ഹലോ ഗായ്സ്, എല്ലാവർക്കും അച്ചു EVR വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് മോഡലായിട്ടുള്ള കോളർ നെക്ക് വിത്ത് ഫ്രില്ലി നൈറ്റി മോഡലായിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. നമ്മളിവിടെ 2 മിസ്മാച്ച് തുണിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ 2 തുണികളും 4ആയി മടക്കിയിടാം കേട്ടോ. അതിനുശേഷം ഷോൾഡർ 7 ഇഞ്ച് വരയ്ക്കുക കേട്ടോ. പിന്നെ ആം ഹോള് 8 ഇഞ്ച് വരയ്ക്കുക കേട്ടോ. ചെസ്റ്റ് നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം വേസ്റ്റിൻ്റെ ഇറക്കം 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ വീതി 11 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മളിവിടെ XL അളവുള്ളവരുടെ കേട്ടോ മാക്സി തയ്ക്കുന്നത്. ഇനി ഹിപ്പിൻ്റെ ഇറക്കം 21 ഇഞ്ച് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ വീതി 12.5 ഇഞ്ച് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ആം ഹോള് ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റിൻ്റെയും ഹിപ്പിൻ്റെയും ചെസ്റ്റിൻ്റെയും ഒക്കെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. നമ്മൾ ടോട്ടൽ 41 ഇഞ്ചായിട്ടാണ് ഇറക്കം എടുത്തിട്ടുള്ളത്. അടിയിലൊന്ന് ചെറുതായി വിരിഞ്ഞിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് കർവ് പോലെ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ നമുക്ക് ഫ്ലീറ്റിന് വേണ്ടിയിട്ട് 8.5 ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഫ്രണ്ട് കഴുത്താട്ടോ മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ വീതി 3 സെൻറ്റിമീറ്ററും ഇറക്കം 6 സെൻറ്റിമീറ്ററും ആയിട്ട് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അത് ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയ്ക്ക് കോണ് പോലെ വരയ്ക്കുക കേട്ടോ. ഇനി ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാക്കി തുണിയിൽ കൈ വെട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം കൈയിറക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് 13.5 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കൈയിന് വരച്ച ഭാഗങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അത് വെട്ടിയെടുക്കുക കേട്ടോ. അളവുകളൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഈ വരച്ച വരയിൽ കൂടെ തുണിയൊക്കെ മുറിച്ചെടുക്കുക കേട്ടോ. മുകളിൽ 2 തുണിയും കൂടിയിട്ട് ഒരു കൂട്ടിമുട്ടിയ ഭാഗം ഉണ്ടാവും, അത് നമുക്ക് നടുവിൽ കൂടെ മുറിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ബാക്ക് കഴുത്ത് 3 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് ഇറക്കത്തിലും അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളത് വെട്ടിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് കഴുത്തിൻ്റെ ആ കട്ട് ചെയ്ത ഭാഗത്തിനേക്കാൾ കൂടുതൽ 2 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് ഇറക്കവുമായിട്ട് നമ്മൾ മുറിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ബിസ്മാച്ച് വെച്ചിട്ടുള്ള തുണിയിൽ വേണം കേട്ടോ അങ്ങനെ വെട്ടിയെടുക്കാൻ. ഇനി നമ്മൾ വെട്ടിയെടുത്ത തുണിയുടെ നല്ല ഭാഗവും വേറൊരു തുണിയുടെ നല്ല ഭാഗവും കൂടിയിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ. അത് 2 സൈഡ് മാത്രം തയ്ച്ചാൽ മതി. അതിനുശേഷം നല്ല ഭാഗം പുറത്തേക്ക് എടുത്തിട്ട് നന്നായി അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ തയ്ക്കാത്ത 2 ഭാഗം ഉണ്ടായിരുന്നില്ലേ, ആ 2 ഭാഗം കൂടി നന്നായി തയ്ച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ തയ്ച്ച 2 കോളറും 2 വശത്തും കറക്റ്റായി വെച്ചിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ. കോളർ നല്ല വൃത്തിയിൽ ഇരിക്കാൻ വേണ്ടി 2 സൈഡും ഒന്നും കൂടി തയ്ച്ചെടുക്കണം കേട്ടോ. ശേഷം നമുക്ക് വേണമെങ്കിൽ ചെറിയ പൈപ്പിങ്ങും വെച്ച് കൊടുക്കാം കേട്ടോ. കൈ നമ്മൾ പഫ് കൈ ആട്ടോ വെക്കണം, അത് കാരണം നമ്മൾ കൈയിന് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ നൈറ്റി ഫ്രോക്ക് റെഡി ആയിട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.